പ്രിയമുള്ളവരെ, ഞാൻ പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്, എൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. ഇന്ന് വളരെ വേദനയോടുകൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ കാണുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗങ്ങൾ. ഈയൊരു ഭാരം എന്ന് പറഞ്ഞാൽ അവരുടെ ഏക മകൻ, ഒരു ഒറ്റ മകൻ, 15 വയസ്സുള്ള ഒരു കുഞ്ഞ് വലിയൊരു പ്രതിസന്ധിയിലായി ഇരിക്കുന്ന സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ച് അവർ സംസാരിക്കും. ദയവായിട്ട് കേൾക്കണേ. കൊച്ചിൻ്റെ അച്ഛന് അനീഷ് ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല അത്യാവശ്യ കാര്യമായിട്ട് ഒന്ന് മാറേണ്ടി വന്നു. ഓക്കെ, എവിടെയാണ് വീട്? കുമ്പളിയിലാണ്. ഓക്കെ, കുമ്പളിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് നിങ്ങളുടെ സ്ഥലത്തേക്ക്? 2 കിലോമീറ്ററേ ഉള്ളൂ. ആ സ്ഥലത്തിന് എന്താ പറയുന്നത്? കുമ്പളിയിൽ നിന്ന് തന്നെയാണ്, പളയിക്കുടി. അപ്പോൾ അവിടെ ഓക്കെ, ഏത് പഞ്ചായത്താണ്? കുമ്പളി പഞ്ചായത്ത്. എത്രാമത്തെ വാർഡ്? 13. ഓക്കെ. എൻ്റെ പേര് അമ്പിളി. എൻ്റെ കൊച്ചിൻ്റെ പേര് അക്ഷയ് പി എന്നാണ്. അവന് 15 വയസ്സേ ഉള്ളൂ. അവന് ഷുഗറാണ്. 6 വർഷമായിട്ട് ഷുഗറായിരുന്നു. ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു. അതിൽ കൊച്ചിന് ഇപ്പം ഇടയ്ക്ക് BP കൂടിയിട്ട് കൊച്ച് ഫിക്സ് വന്ന് കൊച്ചിനെ ഹോസ്പിറ്റലിലാക്കിയായിരുന്നു. തുടരെ ഫിക്സ് വരുന്നതുകൊണ്ട് കൊച്ചിൻ്റെ തലയ്ക്ക് ഡാമേജ് ഉണ്ട്. കൊച്ചിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളതുകൊണ്ട് പാലാ മെഡിസിറ്റിയിലായിരുന്നു. നല്ല ചികിത്സയൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ അവിടെ നോക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് കടമൊക്കെ വാങ്ങിച്ചാണ് ഞങ്ങൾ അതുവരെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അത് പിന്നെ അവിടെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് മാറ്റി. കൊച്ചി ഇപ്പം വെൻറ്റിലേറ്ററിലാണ്. ഈ 1 മാസമായിട്ട് കൊച്ചിന് ബോധം വന്നിട്ടില്ല. ഞങ്ങൾക്ക് ചികിത്സയ്ക്ക് പണമില്ലെന്ന് പറഞ്ഞാൽ പുറത്തോട്ടാണ് പകുതി മരുന്ന് എഴുതുന്നത്. ഞങ്ങൾക്കത് വാങ്ങിക്കാനുള്ള സാമ്പത്തികം പോലും ഞങ്ങളുടെ കയ്യിലില്ല. ഞാനും എൻ്റെ കെട്ടിയവനും കൂലിപ്പണിക്കാരാണ്. ഞങ്ങൾക്ക് വേറെ വരുമാനമൊന്നുമില്ല. ഞങ്ങൾ 2 പേരും ഇവിടെ ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വരുമാനമൊന്നുമില്ല. കൊച്ചിനെ നോക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുമാണ് ഞങ്ങൾ. മരുന്ന് വാങ്ങിക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടി. ആൾക്കാരുടെയൊക്കെ ഒരു ചെറിയ സഹായത്തോടു കൂടിയാണ് ഇപ്പം മരുന്ന് പോലും ഞങ്ങൾ വാങ്ങിക്കുന്നത്. എൻ്റെ കൊച്ച് ഇപ്പം വല്ലാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. എനിക്ക് ആകെ ഒറ്റ മോനാണ്. അവനെ എങ്ങനെയും എനിക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി ഞങ്ങളിപ്പം ഒരു കുമ്പളിയിൽ നിന്ന് കോട്ടയത്തിന് വരണമെങ്കിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും ദൂരം ഞങ്ങൾക്ക് സഞ്ചരിച്ച് വന്ന് ഇവിടെ സാമ്പത്തികമായിട്ട് ആരും ഞങ്ങളെ സഹായിക്കും. ഇവിടെയും ഞങ്ങൾക്ക് ആരും അറിയത്തില്ല. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് തന്നു സഹായിക്കാനും ആരും ഇല്ല. വളരെയധികം ബുദ്ധിമുട്ടാണ്. എൻ്റെ കൊച്ച് കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് ഒരു അമ്മയായിട്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. കുറേ ദിവസമായി. എങ്ങനെയാലും എൻ്റെ കൊച്ചിനെ ഒന്ന് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാനിപ്പം ഇങ്ങനെയൊരു ഇത് ചെയ്യുന്നത്. എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഒരു അമ്മയുടെ ഒരു സ്ഥാനത്ത് നിന്നാണ് ഞാൻ നിങ്ങളോടൊക്കെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് എൻ്റെ കൊച്ചിനെ എനിക്ക് തിരിച്ചു വേണം. അതിനുള്ള സാമ്പത്തിക സഹായം ചെയ്തു തന്ന എല്ലാവർക്കും വളരെയധികം സന്തോഷമാവും. എനിക്ക് എൻ്റെ കൊച്ചിനെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരണം. അവൻ എൻ്റെ ജീവനാണ്. എനിക്ക് ആകെ ഒറ്റ മോനാണ്. അവനെ എങ്ങനെയാലും എനിക്ക് നല്ല രീതിക്ക് തിരിച്ച് കൊണ്ടുവരണമെന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാനിതെല്ലാം പറയുന്നത്. ഒരു മരുന്ന് വാങ്ങിക്കണേ തന്നെ ഞങ്ങൾക്ക് പുറത്തോട്ടാണ്. ഞങ്ങൾ 2 പേരും ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കുടുംബത്തിൽ അങ്ങനെ കൂടുതലായിട്ട് എല്ലാ പണക്കാരൊന്നുമല്ല, എല്ലാവരും ബുദ്ധിമുട്ടുന്നവരാണ്. അവർ വന്ന് ഇവിടെ പൈസ തരാനോ എടുക്കാനോ ഒന്നും ആരുമില്ല. ഞങ്ങൾ പലരോടും ഇപ്പം മാക്സിമം കടം വാങ്ങിച്ചു വെച്ചിട്ടാണ് കൊച്ചിനെ ഇവിടെ നോക്കുന്നത് തന്നെ. എൻ്റെ കൊച്ചിപ്പോഴും വെൻറ്റിലേറ്ററിലാണ്. മരുന്നും ടെസ്റ്റും ഒക്കെ എങ്ങനെയാണ്? മരുന്നൊക്കെ പുറത്തോട്ടാണ് എല്ലാം തരുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ഇവിടെ മരുന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമൊന്നുമില്ല. ടെസ്റ്റൊക്കെ കുറേ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കൊച്ചിൻ്റെ ബ്ലഡ് തന്നെ കുറേ തരുന്നുണ്ട്. അതെല്ലാം പുറത്തോട്ടാണ്. നമുക്ക് മരുന്ന് തന്നെ 2000-3000 രൂപയ്ക്കൊക്കെ ഒരു ദിവസം വരുന്നുണ്ട് ഞങ്ങൾക്ക്. ഗുളികയൊക്കെ അത്രയും വിലയുടെ ഗുളികയൊക്കെയാണ് കൊച്ചിനെ കൊടുക്കുന്നത്. നമുക്കത് എനിക്കെൻ്റെ കൊച്ചിനെ താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറത്തെ ഒരു സ്ഥിതിയിലാണ് എൻ്റെ കൊച്ചിപ്പോൾ കിടക്കുന്നത്. എനിക്ക് കരയാൻ പോലും എനിക്ക് കണ്ണുനീരില്ല. 1 മാസമായി എൻ്റെ കൊച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. കരയാൻ കണ്ണുനീരില്ലെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ കരഞ്ഞ് മടുത്തിരിക്കുകയാണ്. എൻ്റെ കൊച്ചിനെ എങ്ങനെയാലും ഒന്ന് നല്ല രീതിക്ക് കൊണ്ടുവരണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പ്രാർത്ഥന. ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒന്നേ ഉള്ളൂ, എൻ്റെ കൊച്ചിൻ്റെ ജീവൻ തിരിച്ചു കിട്ടണം. എൻ്റെ കൊച്ച് പഴയതുപോലെ എൻ്റെ കൂടെ എപ്പോഴും വേണമെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ മനസ്സിൽ. എല്ലാവരും എന്നെ ഒന്ന് അകവഴിഞ്ഞ് സഹായിക്കണം. എൻ്റെ കൊച്ചിന് വേണ്ടി എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം, അവൻ സുഖമായി വരാൻ വേണ്ടി.
ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്? യൂണിയൻ ബാങ്കിൽ. ആരുടെ പേരിലാ? എൻ്റെ പേരിൽ തന്നെയാണ്. എന്താ പേര് കിടക്കുന്നത്? അംബിക ചന്ദ്രൻ എന്നാണ് പേര് കിടക്കുന്നത്. അംബിക ചന്ദ്രൻ എന്നാണ് പേര് കിടക്കുന്നത്. ബ്രാഞ്ചോ? കുമളി ബ്രാഞ്ചാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ ഈ കാര്യങ്ങൾ കേട്ടല്ലോ. ഒരു കുഞ്ഞേ ഉള്ളൂ, ഒരു മോനേ ഉള്ളൂ. അവന് 15 വയസ്സ്. എനിക്ക് അതിൻ്റെ ഫോട്ടോ അവരിട്ട് തന്നിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോ കണ്ടിട്ട്, ഞാൻ സാധാരണ നിലയിൽ പെട്ടെന്ന് വരാറില്ല ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി, കാരണം ഒരുപാട് പേര് വിളിക്കുന്നതുകൊണ്ട്. പക്ഷേ ഈ കുഞ്ഞിൻ്റെ കിടപ്പ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, ഭയങ്കര വിഷമമായി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടി ആശുപത്രി വന്നിരിക്കുകയാണ്. ഒരുപാട് പേര്, ഒരുപാട് പാസ്റ്റേഴ്സും ഒരുപാട് ആളുകൾ എന്നെ എപ്പോഴും വിളിക്കാറുണ്ട്. പക്ഷേ ഈ കുഞ്ഞിൻ്റെ കിടപ്പ് എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. അങ്ങനെയാണ് ഞാൻ ആശുപത്രിയിൽ എത്തുന്നത്. ഈ നിസ്സഹായരായിരിക്കുന്ന മാതാപിതാക്കളാണ് ഇവർ. നമുക്കറിയാം, എല്ലാത്തിനും പൈസ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. മെഡിക്കൽ കോളേജാണ് എന്ന് പറഞ്ഞാൽ പോലും പൈസ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പൈസയില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? അവരും ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹരല്ലേ? സാമ്പത്തികമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവിടെ മുമ്പിൽ എന്താണൊരു വഴിയുള്ളത്? അവർ താമസിക്കുന്നതായിരിക്കുന്ന സ്ഥലമുണ്ട്, അതൊന്നും വിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. അല്പം ഒരു ചെറിയ സ്ഥലമുണ്ട്, അത് വിൽക്കാൻ പറ്റുന്ന നിലയിലുള്ള സ്ഥലമല്ല. പഞ്ചായത്ത് കൊടുത്തൊരു വീടുണ്ട്, അപ്പോൾ അതുകൊണ്ടൊന്നും അത് വിൽക്കാൻ പറ്റില്ല. പക്ഷേ ആ ഒരു കുഞ്ഞിനെ ആ സ്ഥലം വിറ്റാൽ പോലും ഈ കുഞ്ഞിനെ ചികിത്സിക്കാനുള്ള വഴി ഉണ്ടാവുമോ? അതും ഉണ്ടാവില്ല. പിന്നെ വിറ്റ് കഴിഞ്ഞാൽ എവിടേക്ക് പോകും? അത് വിൽക്കാൻ പറ്റുകയില്ല. പഞ്ചായത്ത് കൊടുത്ത വീട് ഒന്നും വിൽക്കാൻ പറ്റില്ല, ഇത്ര വർഷത്തേക്ക് വിൽക്കാൻ പറ്റുകയില്ല. പക്ഷേ നമ്മളിത് കാണുമ്പോൾ ഒത്തിരി നൊമ്പരം വരുന്നുണ്ട്. ഒരു മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്ത ഒരമ്മയുടെ വേദന, ഒരച്ഛൻ്റെ വേദനയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്കും അതിൻ്റെ വിഷമം നന്നായിട്ടറിയാം. ആരോടും ഭിക്ഷയെടുക്കാൻ പറ്റുകയില്ല ഇങ്ങനെ സാഹചര്യങ്ങളിൽ. പ്രിയമുള്ളവരെ, ഈ കുടുംബത്തെ സഹായിക്കണം. ഇവരുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യും. ആ അക്കൗണ്ടിൽ തന്നെ ദയവായിട്ട് പൈസ അയക്കണം. വേറെ ഒരു അക്കൗണ്ടിലും പൈസ അയക്കേണ്ടതില്ല. ഈ അമ്മയ്ക്ക്, ആ പിതാവിനും, രണ്ടുപേരും കൂലിവേലക്കാരാണ്. അവർക്ക് വലിയൊരു ആശ്വാസമാകട്ടെ, വലിയൊരു ആശ്വാസമുണ്ട്. ആ കുഞ്ഞ്, 15 വയസ്സുള്ള കുഞ്ഞ്, അവൻ നന്നായി പഠിച്ച് അവനൊരു ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അവൻ മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ അവൻ തിരികെ വരട്ടെ അവൻ്റെ ജീവിതത്തിൽ. നമുക്ക് ഈ കുഞ്ഞിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ കുടുംബത്തെ സഹായിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ പറയുന്നെങ്കിൽ സഹായിക്കണം. കാരണം ഇവർക്ക് നമ്മളൊക്കെ ഉള്ളൂ. നമ്മളെന്തെങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ ഇവർക്കുള്ളൂ. ദൈവം നമ്മുടെ കരങ്ങളിലൂടെയാണ് കൊടുക്കുന്നത്. നമ്മുടെ ഇല്ലായ്മകളിലും ബുദ്ധിമുട്ടുകളിലൊക്കെയാണ് നമ്മളിവരെയൊക്കെ സഹായിക്കുന്നത്. എങ്കിലും ദൈവം അത് കണ്ട് നമ്മുടെ തലമുറയ്ക്ക് നീതിയായിട്ടത് കണക്കിടും. ഒരു 15 വയസ്സുള്ള നിഷ്കളങ്കമായൊരു കുഞ്ഞ് ഞാൻ ആശുപത്രിയെ തൊണ്ട കിഴിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അവൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇവർക്ക് മറ്റൊരു ആശുപത്രി കൊണ്ടുപോകണമെന്ന് വെച്ചാൽ പോലും അവർക്ക് അതിനുള്ള സാമ്പത്തിക സാഹചര്യങ്ങളില്ല. നമ്മളിവർക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.